ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മുൻകാലങ്ങളിൽ ഞാൻ കേട്ടിരുന്നു വിദേശ രാജ്യങ്ങളിൽ വൃദ്ധസദനങ്ങളൊക്കെ ഉണ്ടെന്ന്, മാതാപിതാക്കളെ പാർപ്പിക്കാൻ. അന്ന് ഞാൻ വിചാരിച്ചു കേരളത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, കാരണം കേരളത്തിലെ മക്കളൊക്കെ നല്ല മക്കളാണ്, മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്നവരാണ്, അവരെ അങ്ങനെ കൊണ്ട് ആക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു. അന്നത്തെ മക്കൾ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇന്ന് കാലം മാറി, കഥ മാറി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വൃദ്ധസദനങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ ധാരണ തെറ്റിയ വേറൊരു സംഗതിയാണ് വിദേശ രാജ്യങ്ങളിൽ ജലം പൈസ കൊടുത്ത് വാങ്ങാമെന്ന്, ബോട്ടിലിലാക്കിയിട്ട്. അന്ന് ഞാൻ കരുതിയത് കേരളത്തിൽ അങ്ങനെ വേണ്ടി വരില്ല, ഇഷ്ടമാതിരി ജലമുള്ള നാടാണ് നമ്മുടെ കേരളം, പല ജലസ്രോതസ്സുകളും നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷേ ഇന്ന് ആ ധാരണയും തെറ്റി. ഇന്ന് പല വിലക്കുള്ള ബോട്ടിലിലാക്കി വെള്ളം വിൽക്കുന്ന ഒരു നാടായി മാറിയിരിക്കുന്നു നമ്മുടെ കേരളം. അതുപോലെ തന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പം കേട്ടതാണ് വിദേശ രാജ്യങ്ങളൊക്കെ, ചില രാജ്യങ്ങളിലൊക്കെ വായു പൈസ കൊടുത്ത് വാങ്ങേണ്ടതെന്ന്. അപ്പോൾ ഈ രണ്ട് ധാരണയും തെറ്റിയവർക്ക് ഞാൻ വിചാരിക്കുന്നു കേരളത്തിലും സമീപഭാവിയിൽ അല്ലെങ്കിൽ വിദൂര ഭാവിയിലെങ്കിലും ശുദ്ധവായു പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും എന്ന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ പറയാനുള്ളത്. വീഡിയോ കുറച്ച് നീണ്ടുപോയി, നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അതുപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോയും ചെയ്തേക്കണേ എൻ്റെ ചാനൽ. നിങ്ങളുടെ പിന്തുണയാണ് എൻ്റെ വിജയം. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു.